വേളി ടൂറിസ്റ്റ് വില്ലേജിലേക്ക് പോകുന്ന ഒരു എൻട്രൻസ് ആണ് കേട്ടോ. നമ്മൾ എന്താ പറയുക, മിനിയേച്ചർ ട്രെയിനിൻ്റെ യാത്ര എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ആകെ 2 സ്റ്റേഷനേ ഉള്ളൂ. അത് മെയിൻ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിൻ പുറപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ പുറപ്പെട്ട് ഇങ്ങനെ ചുറ്റി സർക്കിൾ ചെയ്ത് ഞാൻ കുറേ തവണ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും കയറിയ സമയത്ത് ട്രെയിനിൻ്റെ വീഡിയോ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. അങ്ങോട്ടാണ് നമ്മുടെ ബോട്ടിൽ എല്ലാം ഉള്ളത്. നമ്മളുടെ വെസ്റ്റ് ബംഗാളിൽ ഹൗറ ബ്രിഡ്ജില്ലേ, ആ ഒരു ഹൗറ ബ്രിഡ്ജിൻ്റെ ഒരു മിനിയേച്ചർ മോഡൽ ഇവിടെ വേളിയിൽ ട്രെയിൻ പോകുന്ന റൂട്ടിലുണ്ട്. അത് തൊട്ടപ്പുറത്ത് തന്നെ എന്താ പറയുക, 14 ബ്രിഡ്ജാണ്. അതായത് ബീച്ചിലേക്കെല്ലാം പോകണമെങ്കിൽ ഈ ഒരു വരിയെ പോകാൻ ഈ ഒരു വരി നടന്നു പോയാലേ പറ്റത്തുള്ളൂ. എന്താ പറയുക, ചുറ്റും ആഫ്രിക്കൻ പായലാണ്. ഈ ഒരു സ്റ്റേഷൻ നമ്മൾ ട്രെയിൻ സ്കിപ്പ് ചെയ്ത ശേഷമാണ് നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലത്തെ ഒരു സംഭവം നടന്നത്. ആ സംഭവം എന്താണെന്ന് പറയാം. ആ സ്കിപ്പ് ചെയ്ത സ്റ്റേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ട്രെയിനിൻ്റെ ടാക്ക് സൗണ്ട് മാറിയതായിട്ട് ശ്രദ്ധിച്ച് കാണും. അതെന്താ പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ വെച്ച് എന്താ പറയുക, ടാക്ക് സ്വിച്ച് ചെയ്താൽ മാത്രമേ നമുക്കിങ്ങനെ ബീച്ച് കുറച്ചുകൂടി മുന്നിൽ പോയി ചുറ്റി ഇങ്ങനെ കറങ്ങി ഇതേ സെയിം ടാക്കിൽ കൂടെയാണ് നമ്മൾ തിരിച്ച് സ്റ്റേഷനിലേക്ക് പോകുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ട്രെയിൻ പോയല്ലോ, അപ്പം വേലയിൽ വന്നുള്ളവർക്കറിയാം ഒരു സ്റ്റേഷൻ. അപ്പോൾ ആ ടാക്ക് സ്വിച്ച് ചെയ്യാൻ നേരത്ത് ഇഞ്ചിനും ഒരു കോച്ചും കൂടി സ്വിച്ച് ചെയ്യേണ്ട ടാക്കി സ്വിച്ച് ചെയ്ത്, ബാക്കി കോച്ചെല്ലാം മറ്റേ ടാക്കിൽ നിന്ന് 2 കോച്ച് ഡീറെയിൽമെൻ്റ് ആയിപ്പോയി. പക്ഷെ എന്താ പറയുക, ആ സമയത്ത് തന്നെ വണ്ടി നിർത്തി അപ്പുറം ഇറങ്ങാൻ പറഞ്ഞ് എന്താ പറയുക, കൗണ്ടറിൽ വന്ന് റീഫണ്ട് വാങ്ങിക്കാൻ പറഞ്ഞു. അപകടമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പുറം വണ്ടി നിർത്തി. ആ സൗണ്ട് കേട്ടപ്പോഴേ എന്താ പറയുക, കാരണം ഒരു അത്ഭുതമായിട്ടുള്ള സൗണ്ട്. എൻ്റേതായാലും ആർക്കൊന്നും പറ്റിയിട്ടില്ല. ഇനി ആ ട്രെയിനിനി ഇന്നിപ്പം ശരിയായി. ഇതിപ്പം 3:15 ഇനി അത് ശരിയാക്കി 5 മണി വരെ ട്രെയിനുള്ളൂ. ഇനി അത് ശരിയാക്കും. അതിന് ഇന്ന് സർവീസ് ഉണ്ടാവുമോ എന്തോ അറിയത്തില്ല. എൻ്റേത് വെളിയിൽ പോയിട്ട് ട്രെയിനില്ല. ബോട്ടാണെങ്കിൽ എന്താ പറയുക, ഫീഡ് ബോട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ നേരെ കുറച്ച് ദൂരം യാത്ര ചെയ്ത് സംഗമത്ത് പോയി. അങ്ങനെ റോഡിൽ കൂടെ ശംഖുമുഖം ബീച്ചിൻ്റെ കാഴ്ചകളും കണ്ടുകൊണ്ട്
നമ്മുടെ തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഡൊമസ്റ്റിക് ഡിപ്പാച്ചറും അറൈവലുമാണ്. അതെന്താ പറയുക, ഓൺ ദ വേ തന്നെയാണ്. ഈ എയർപോർട്ടിൽ വരുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, കടലിൻ്റെ ആ ഒരു ഫീല് കിട്ടും. ടെർമിനൽ കൊള്ളാം.